ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്തവരായി ആരും ഉണ്ടാകില്ല. സ്മാർട്ട് ഫോണിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. എൻ്റെ പേര് നിവേദ്. ടെക് റിലേറ്റഡ് ആയ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ഉപഭോക്താവും ആദ്യം തന്നെ സെറ്റ് ചെയ്യേണ്ട ഒരു സേഫ്റ്റി ഫീച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈലിന് ഒരു പാസ്വേഡ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നൽകുക എന്നത്. നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് ഒരു പിൻ അല്ലെങ്കിൽ പാസ്വേഡ്, അതുമല്ലെങ്കിൽ ബയോമെട്രിക്, അതായത് ഫേസ് ഐ ഡി അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രൊട്ടക്ഷൻ എല്ലാം നിങ്ങളുടെ ഫോണിന് നൽകുക. അതിനാൽ തന്നെ നമ്മുടെ ഫോൺ ആർക്കും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനൊന്നും സാധിക്കില്ല. അടുത്തതായി പലരും ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഫോണിൽ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം വന്നിട്ടുണ്ടാകും. ഇത്തരത്തിൽ വന്ന അപ്ഡേറ്റ്സ് ഇത് മാസങ്ങളായും പലരും ഇത് ഇൻസ്റ്റാൾ ചെയ്യാറൊന്നുമില്ല. ഇത്തരത്തിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക വഴി നമ്മൾ നമ്മുടെ ഫോണിന്റെ സേഫ്റ്റിയെ തന്നെയാണ് റിസ്കിലാക്കുന്നത്. കാരണം ഇത്തരത്തിൽ വരുന്ന പുതിയ അപ്ഡേറ്റ്സിൽ ഫോണിന് വേണ്ട പുതിയ സെക്യൂരിറ്റി പാച്ചസ്, അതുപോലെ നമ്മുടെ പഴയ വേർഷനിൽ എന്തെങ്കിലും അപാകതകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നികത്തിയാണ് ഈ പുതിയ അപ്ഡേറ്റ് എല്ലാം കൊണ്ടുവരിക. അതിനാൽ തന്നെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർ ഇത്തരത്തിൽ വരുന്ന അപ്ഡേറ്റ്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ ഫോൺ അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോണിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പാസ്വേഡ് ഇത് യുണീക്ക്, അതുപോലെ സ്ട്രോങ് പാസ്വേഡ് എല്ലാം കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഫോണിൽ വ്യക്തിപരമായ ഇൻഫർമേഷൻ, അതുപോലെ ബാങ്കിങ് ഇൻഫർമേഷൻ, ഫോട്ടോസ്, വീഡിയോ, സോഷ്യൽ മീഡിയ ഇൻഫർമേഷൻ, ഇങ്ങനെ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതിനാൽ തന്നെ ആർക്കും ഗസ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാസ്വേഡ്, അതായത് 1 2 3 4 5 ഇത്തരത്തിൽ സിമ്പിൾ ആയ പാസ്വേഡ് ഒന്നും നൽകാതിരിക്കുക. വളരെ സ്ട്രോങ് ആയ പാസ്വേഡ് തന്നെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് യൂസ് ചെയ്യുക. ഇനി നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ചില ആപ്ലിക്കേഷൻ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ലിങ്ക് അയച്ചു തരുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ പല ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. അതായത് നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും നമ്മൾ ഇപ്രകാരം അതിൽ ക്ലിക്ക് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ മറ്റെവിടെ നിന്നെങ്കിലും കിട്ടുന്ന ലിങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ നിന്ന് ലഭിക്കുന്ന ലിങ്കിൽ ഇത്തരത്തിലെല്ലാം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ഫോൺ എല്ലാം ഹാക്ക് ആകാനും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം നഷ്ടമാകാനും കാരണമാകും. അതിനാൽ തന്നെ ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ്രോയിഡ് ഫോൺ എല്ലാം യൂസ് ചെയ്യുന്നവർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന്, ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഹാക്കേഴ്സ് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് പലതരത്തിലുള്ള ഇടപെടലുകളെല്ലാം നടത്തുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയി വരുന്ന എന്തെങ്കിലും ലിങ്കുകൾ, അതായത് സസ്പീഷ്യസ് ആയ ലിങ്കുകൾ, ഇനി അതുമല്ല നിങ്ങളുടെ മെയിൽ വഴി അല്ലെങ്കിൽ മറ്റു മെസ്സേജിംഗ് ആപ്സ് വഴിയെല്ലാം ലഭിക്കുകയാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യാതെ നോക്കുക. ഇനി ഏതൊരു അക്കൗണ്ടിന്റെയും സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാം എനേബിൾ ചെയ്ത് വയ്ക്കാം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നത് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ ആണ്. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് എല്ലാം സേഫ് ആക്കി വയ്ക്കാനെല്ലാം ഇതുവഴി സാധിക്കും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ബാക്കപ്പ് ചെയ്യുക എന്നതാണ്. അതിനാൽ തന്നെ നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്ട്സ്, പേഴ്സണൽ ഇൻഫർമേഷൻ, ഇമേജസ്, വീഡിയോ, ഡോക്യുമെന്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടാതെ ഇത് നമുക്ക് എക്സ്റ്റേണൽ സ്റ്റോറേജിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ക്ലൗഡ് സർവീസിലേക്കെല്ലാം ബാക്കപ്പ് ചെയ്യാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഡാമേജ് ആയെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഒന്നും നഷ്ടമാവുകയില്ല. ഇനി നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു അബദ്ധമാണ്, നമുക്ക് പലപ്പോഴും പുറത്തു പോകുമ്പോൾ നെറ്റ് ഒന്നും അവൈലബിൾ അല്ല എങ്കിൽ അടുത്തുള്ള വൈഫൈ ഏതെങ്കിലും കണക്ട് ആകുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യും. ഇത്തരത്തിൽ നമ്മൾ പബ്ലിക് വൈഫൈ ഒക്കെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫോൺ എല്ലാം ഹാക്ക് ആകാൻ കാരണമാകും. അതിനാൽ തന്നെ ഇത്തരത്തിൽ പബ്ലിക്കായ അല്ലെങ്കിൽ സെക്യൂർ അല്ലാത്ത വൈഫൈ ഒന്നും നമ്മുടെ ഫോണിൽ നമ്മൾ കണക്ട് ചെയ്യാതിരിക്കുക. അടുത്തതായി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇതുവരെ റിമോട്ട് ട്രാക്കിംഗ് ഒന്നും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു സർവീസ്, അതുപോലെ വൈപ്പിംഗ് സർവീസ് എല്ലാം ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്തു വയ്ക്കുക. ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തു വയ്ക്കുക വഴി നമ്മുടെ ഫോൺ എല്ലാം നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ഫോൺ എല്ലാം ട്രാക്ക് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. നിങ്ങൾ ആൻഡ്രോയിഡ് എല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നതും, ഇനി നിങ്ങൾ iOS എല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫൈൻഡ് മൈ ഐഫോൺ, ഇത്തരത്തിലുള്ള ഫീച്ചർ എല്ലാം നിങ്ങൾ എനേബിൾ ചെയ്തു വയ്ക്കുക.
അതുപോലെ വൈപ്പിംഗ് ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തു വയ്ക്കുക. ഇത്തരത്തിൽ വൈപ്പിംഗ് ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ എല്ലാം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് റിമോട്ടായി നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം നിങ്ങളുടെ നഷ്ടപ്പെട്ട ഫോണിൽ നിന്നും ഇറേസ് ചെയ്ത് കളയാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും മറ്റൊരാൾക്ക് ലഭിക്കുകയില്ല. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്